ലാഹിലലിയാം ഗ്രൂപ്പിലെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും. ഹസ്ബുനല്ലാഹ്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി, അതായത് നമ്മുടെ മൊഹീദ്ദീൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ബാഗ്ദാദിനെ മണ്ണിൽ നിന്നും ലോകത്തിൻ്റെ വിളക്കായി ജ്വലിച്ച ആത്മീയ ജ്യോതിസ്. പൊന്നിനേക്കാൾ വിലയുണ്ട് സത്യസന്ധതയ്ക്ക് എന്ന് ബാല്യകാലത്ത് തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ കഥ നമുക്കറിയാമല്ലോ. നശ്വരമായ ദുനിയാവിൻ്റെ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരിക്കലും നുരുമ്പാത്ത ദ്രവിക്കാത്ത പരലോകത്തിൻ്റെ വസ്ത്രങ്ങൾ ആത്മാവിനെ അണിയിക്കാൻ ആഹ്വാനം ചെയ്ത പണ്ഡിത ജ്യോതിസ്, തസൗഫ് പണ്ഡിതൻ ഔസുൽ ആളം. സഹോദരിമാരെ, നമുക്കൊക്കെ ഒന്ന് ചിന്തിക്കാൻ മാത്രമുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. മൊഹീദ്ദീൻ ഷെയ്ഖ് വലിയ ധനാഢ്യനാണ്. ഷെയ്ഖ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് ചെവിയിൽ എന്തോ പറഞ്ഞു. അപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞു. വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം ചെവിയിൽ വന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു തങ്ങൾ അൽഹംദുലില്ലാ. ശിഷ്യഗണങ്ങളിൽ ഒരാൾ ചോദിച്ചു, എന്താ തങ്ങളെ രണ്ടിനും അൽഹംദുലില്ലാ പറഞ്ഞത്, എന്താണ് സംഭവം? അപ്പോൾ ജിലാനി തങ്ങൾ പറഞ്ഞു, എൻ്റെ ചരക്ക് കപ്പൽ കത്തി നശിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ ഒന്ന് ഉണർത്തി നോക്കി. ഞാൻ പതറിയോ, ഞാൻ വിഷമിച്ചോ എൻ്റെ ചരക്ക് പോയതിൽ? ഇല്ല എന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. അതാണ് ഞാൻ ആദ്യം അൽഹംദുലില്ലാ പറഞ്ഞത്. രണ്ടാമത് വന്ന് പറഞ്ഞത്, അത് നിങ്ങളുടെ കപ്പലല്ല, വേറെ ആരുടെയോ കപ്പലാണ് എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ ഒന്ന് ചിന്തിച്ചു. എൻ്റെ മനസ്സ് സന്തോഷിച്ചോ, എൻ്റെ മനസ്സ് ആഹ്ലാദം കൊണ്ടോ എന്നാണ് നോക്കിയത്. ഇല്ല എന്ന് കണ്ടപ്പോൾ അപ്പോൾ ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു. ഇതാണ് ഷെയ്ഖ് ജിലാനി തങ്ങൾ. ഒരേപോലെ 12 വർഷം തുടരെ നോമ്പെടുത്തു, ഉറങ്ങാതെ, ഒരു ദിവസം പോലും നഷ്ടപ്പെടാതെ. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്. നോമ്പ് ഹറാമല്ലാത്ത എല്ലാ ദിവസങ്ങളും നോമ്പ് അനുഷ്ഠിച്ചു. ഈ 12 വർഷം രാത്രി ഉറങ്ങാതെ നമസ്കരിച്ചു. ഇങ്ങനെയാണ് അദ്ദേഹത്തെ മുഹീദ്ദീൻ, ദീനിനെ ഹയാത്താക്കിയ ആൾ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് കിട്ടിയത്. നമ്മുടെ നാടുകളിൽ എത്രയോ പള്ളികൾ മുഹീദ്ദീൻ പള്ളികളാണ്. എൻ്റെ നാട്ടിലെ പള്ളി മുഹീദ്ദീൻ പള്ളിയാണ്. ദീനിൽ നിന്ന് കുറേ ആളുകൾ മുർത്തദ്ദാവുകയും ദീന് വിട്ടുപോവുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് ബഗ്ദാദിൽ മഹാനവറുകൾ ഹിജ്റ 6-ാം വർഷം ജീവിതം ആരംഭിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളെ ദീനിലേക്ക് കൊണ്ടുവന്നു, തൗബ ചെയ്യിച്ചു. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ പള്ളി മുഹീദ്ദീൻ പള്ളിയാണ്. മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേര് പറയുന്നത് പോലും ചില ആളുകൾക്ക് പുച്ഛമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ഉപമതിച്ചാൽ അവരുടെ മരണം എങ്ങനെയെന്ന് കണ്ടറിയണം. സഹോദരിമാരെ, സുൽത്താൻ ഔലിയ ആണ്, അതായത് ഔലിയാക്കളുടെ സുൽത്താൻ. ഇത്രയും ബഹുമതികൾ അവർക്ക് കിട്ടാനുള്ള കാരണം കുടുംബ പരമ്പരയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പാരമ്പര്യമാണ് രണ്ട് ഭാഗവും, ഉമ്മ ഭാഗവും ഉപ്പ ഭാഗവും. ഫാത്തിമ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളായ ഹസൻ ഹുസൈനും, ഹസൻ റളിയല്ലാഹുവിൻ്റെ പരമ്പര ഹസൻ രണ്ടാമനിലും, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പരമ്പര ഹസൈനുൽ ആബ്ദീൻ. ഈ രണ്ട് പരമ്പരയിലും ഒരുമിച്ച് കൂടുന്നതാണ് ഷെയ്ഖ് ജീലാനി തങ്ങൾ. ഹസൻ റളിയല്ലാഹുവിൻ്റെ പരമ്പര പിതാവിലും ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പരമ്പര മാതാവിലും ചെന്നെത്തുന്നു. 4 ഖലീഫമാരുടെ പരമ്പരയും ചേരുന്നുണ്ട്. ബാപ്പയും ഉമ്മയും സയ്യിദന്മാരാണ്. അൽഹംദുലില്ലാ. ജീലാനി തങ്ങൾ അവർക്കും കുടുംബത്തിനും ഓരോരുത്തരും ഓരോ ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണം ഇൻഷാ അല്ലാഹ്. 15-ാം ക്ലാസ് മുതൽ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല ഇൻഷാ അല്ലാഹ്. ഈ ക്ലാസ്സിൽ 3 ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1, സക്കരിയ നബി അലൈഹിസ്സലാം ഖുർആനിൽ എത്ര സ്ഥലത്ത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്? സക്കരിയ നബി അലൈഹിസ്സലാമിനെ ഖുർആനിൽ എത്ര സ്ഥലത്ത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്? ഓപ്ഷൻ 6, 9, 8. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇസ്രായേൽ എന്ന പേരുള്ള പ്രവാചകൻ ആരാണ്? ഓപ്ഷൻ യഹിയ, യാക്കൂബ്, ഈസ. ക്വസ്റ്റ്യൻ നമ്പർ 3, ആദ്യമായി അങ്കി നിർമ്മിച്ചത് ആരാണ്? ദാവൂദ് നബി, സുലൈമാൻ നബി, യൂനുസ് നബി. അള്ളാഹുവെ, നാം ഈ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കണേ. അള്ളാഹുവെ, ഹിഫ്ള് ഗ്രൂപ്പിലെ പഠിതാക്കൾക്ക് എത്രയും പെട്ടെന്ന് ഹിഫ്ളാക്കാനുള്ള ഭാഗ്യം തരണേ അള്ളാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.